ഹലോ ചങ്ങൈമാരെ, ഉത്തരേന്ത്യ എന്ന് പറയുമ്പോൾ ചെറുതല്ലാത്ത മലയാളികളുടെ മനസ്സിൽ ഒരു വിചാരം ഉണ്ടായിട്ടുണ്ടാവും. അതല്ലാത്തൊരു ഉത്തരേന്ത്യയെ കാണിച്ചു തരട്ടെ, വാ. നമ്മുടെ കേരളത്തിൽ മാത്രം ഉണ്ടായിരുന്ന സാഹിത്യോത്സവങ്ങൾ ഇപ്പോൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും വ്യാപകമാണ്. ഞാനിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ സ്റ്റേറ്റ് സാഹിത്യോത്സവിലാണ്. ഇവിടുത്തെ പ്രാതല ഭക്ഷണമായ പൊഹയും ചായയും കുടിച്ചിട്ടാണ് പ്രോഗ്രാം തുടങ്ങിയത്. ഇവിടെ നിന്ന് പാക്കതിർത്തിയിലേക്ക് 2-3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതിനിപ്പോ എന്നാന്നല്ലേ, കാരണം മറ്റൊന്നല്ല, ജോലി ചെയ്യുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്ന് ചിന്തിക്കാത്തവരിലേക്കാണ് അവരുടെ സർഗാത്മിക കഴിവ് കൂടി ഉണർത്താൻ സാഹിത്യോത്സവം സഹായിക്കുന്നത്. സ്കൂളിൽ പോകാൻ പറ്റാത്തവരെയും കഴിവുണ്ടായിട്ടും അത് പ്രകടിപ്പിക്കാൻ പറ്റാത്തവരെയും രാജ്യത്തിന് മുതൽക്കൂട്ടാക്കുന്നിടത്താണ് സാഹിത്യോത്സവിന്റെ പ്രാധാന്യം. നമുക്ക് കൗതുകമല്ലാത്ത കാര്യങ്ങളാന്ന് കേട്ടോ അവർ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നത്. ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമൊന്നും അല്ലെന്നേ, ഭൂരിഭാഗം ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ നേർക്കാഴ്ചകളാണ്. പക്ഷെ സാഹിത്യോത്സവങ്ങൾ ഗ്രാമീണ ജീവിതങ്ങളെ കൂടി തൊട്ടുണർത്തിയപ്പോൾ അവരുടെ കൂടി മുഖം സന്തോഷിച്ചു. ഉത്തരേന്ത്യയിലാണെങ്കിലും പരിപാടികൾക്കൊക്കെ നമ്മുടെ മലയാളികളുടെ ചെറുതല്ലാത്ത പങ്കുണ്ട് കേട്ടോ. അല്ലെങ്കിലും മലയാളി പൊളിയല്ലേ. മത്സരത്തിന്റെ അവസാനം ബാഡ്മീർ ജില്ല ഫസ്റ്റ് അടിച്ചപ്പോൾ നമ്മുടെ ജില്ലയായ നാഗൂർ രണ്ടാമതെത്തി. ഇനി നാഷണൽ സാഹിത്യോത്സവിന് യു പിയിൽ കാണാം. താങ്ക് യു.